മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ സമ്പത്ത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. എന്നെ എല്ലാ ദിവസവും മരണത്തെ കുറിച്ച് നീ മുന്നറിയിപ്പ് നൽകണേ, എവിടെ വെച്ച് കണ്ടാലും മരണത്തെ കുറിച്ച് അറിയിപ്പ് നൽകണേ. ഉമറേ, നീ മരിക്കേണ്ടവനാണ് എന്ന് എന്നെ കാണുമ്പോൾ നീ പറഞ്ഞുകൊണ്ടിരിക്കണേ. അതിലൂടെ എനിക്ക് ആഖിറം ചിന്തിക്കാനാണ്, മരണത്തെ കുറിച്ച് നന്നാവാനാണ്, അത് ഓർത്തുകൊണ്ട് പരലോകത്തിന് വേണ്ടി പ്രയത്നിക്കാനാണ് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഈ മനുഷ്യൻ? ഒരു കാലഘട്ടത്തിൽ ശത്രുക്കളെ വാക്ക് കേട്ടുകൊണ്ട് വാളെടുത്തുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ തല വിച്ഛേദിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാകുന്ന മനുഷ്യനല്ലേ? അവസാനം ഹിദായത്തിന്റെ പരിശുദ്ധമായ വെളിച്ചം, പരിശുദ്ധമായ ഖുർആൻ സൂറത്തു താഹയിലൂടെ ഹൃദയത്തിന്റെ വരാതലങ്ങളിലേക്ക് കയറിയപ്പോ അദ്ദേഹം ഈമാനിന്റെ പരിപൂർണ തലത്തിലേക്ക് എത്തുകയാണ്. എനിക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്ത നൽകാൻ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എല്ലാ ദിവസവും എന്നെ കാണുമ്പോൾ നീ വന്നുകൊണ്ട് ഉമറേ, നീ മരിക്കേണ്ടവനാണെന്ന് പറയണേ, അതിനുവേണ്ടി നിനക്ക് ഞാൻ ശമ്പളം നൽകുകയാണ് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി, മാസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം അദ്ദേഹം വന്നുകൊണ്ട് മരണത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് തിരിച്ചു പോകുമ്പോ അദ്ദേഹത്തിന് ശമ്പളം പരിപൂർണമായി കൊടുത്തിട്ട് പറയുകയാണ്, നാളെ മുതൽ എനിക്ക് നീ ഉപദേശം നൽകേണ്ടതില്ല, നിർദ്ദേശം നൽകേണ്ടതില്ല. എന്ത് പറ്റി ഉമറേ? മരണത്തെ കുറിച്ചുള്ള ഭയപ്പെടുത്തൽ കുറഞ്ഞു പോയത് കൊണ്ടാണോ? ആയാത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് നാളെ മുതൽ ഞാൻ വന്നുകൊണ്ട് വാദ പറയാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സഹോദരനെ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, നിന്റെ വാദ പൂർണ്ണമാണ്, നിനക്ക് വാദ ഇനി ആവശ്യമില്ല. കാരണം എനിക്ക് ഏറ്റവും വലിയ ഉപദേശകനായി എന്റെ തലമുടിയും എന്റെ താടിരോമങ്ങളും നരച്ചു തുടങ്ങിയിട്ടുണ്ട്. മരണത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്റെ ശരീരത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ യുവാവായിരുന്നു, ഇന്നലകളിൽ വരെ യുവാവായിരുന്ന ഞാൻ ഇന്ന് തലയിലെയും താടിരോമങ്ങളും നരച്ചതിന്റെ കാരണത്താൽ ഇനി മരണത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നിന്റെ ആവശ്യം എനിക്കില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് ഈ കേൾക്കുന്നത്? പ്രിയപ്പെട്ട മുസ്ലിമേ, ജനങ്ങൾ അറിയാതെ തന്നെ പതിയിരുന്നുകൊണ്ട് മോശപ്പെട്ടതാകുന്ന സിനിമാ പാട്ടുകളും സിനിമാ ഗാനങ്ങളും കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ സജീവമാക്കുന്ന സഹോദരങ്ങളില്ലേ? തലമുടി നരച്ചിട്ടും താടിരോമം നരച്ചിട്ട് പോലും അത് കറുപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്നവരല്ലേ? ഷാഫി മദ്ഹബിൽ ശക്തമായ ഹറാമാണ്, നിഷിദ്ധമാണ് താടി കറുപ്പിക്കൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പലരും അത് ചെയ്യുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനാണ് ആദ്യമായി ലോകത്ത് നര കണ്ടത്. അല്ലാഹുവിനോട് ചോദിച്ചു, മഹായ അല്ലാഹ്, ഇതെന്താണ് അല്ലാഹുവേ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഹാദിഹി വഖാർ, ഇത് ഗാംഭീര്യമാണ് ഖലീലേ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഇത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്. വഖാർ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സിദ്നി വഖാറാ, അല്ലാഹുമ്മ സിദ്നി വഖാറാ. എന്റെ ഈ താടിരോമം നരബാധിച്ചത് അത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്, ആഖിറത്തിൽ അത് പ്രകാശിക്കുന്നതാണ്, അതിലൂടെ ഉന്നതമായ പ്രതിഫലം കിട്ടുന്നതാണ് എങ്കിൽ എന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങൾ മുഴുവനും നീ ഗാംഭീര്യം കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് കൈതലത്തിടേണ്ട താമസം ശരീരമാസകലം രോമകൂപങ്ങൾ നരയ്ക്കുകയാണ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സുവ്യക്തമാണ്. മനസ്സിലാക്കണം. ആര് ദുആ ചെയ്തു? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ലോകത്താദ്യമായി നരബെ കറുപ്പിച്ചത് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റംസീസ് രണ്ടാമൻ